അവധിക്കാലം ആരംഭിച്ചതോടെ വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പുമായി ദുബായ് നഗരസഭ. ദീർഘനാളത്തേക്ക് വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിലോ പാർക്കിംഗ് മേഖലകളിലോ ശ്രദ്ധിക്കപ്പെടാതെ ഉപേക്ഷിച്ചു പോകുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികളോ പരിപാലനമോ ഇല്ലാത്ത വാഹനങ്ങൾ കിടക്കുന്നത് നഗരത്തിന്റെ ശുചിത്വത്തെയും സൗന്ദര്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും നഗരസഭ വ്യക്തമാക്കി. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർ വാഹനം സുരക്ഷിതമായി സൂക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ദുബായ് നഗരസഭ നിർദ്ദേശിച്ചു. വിജനമായ സ്ഥലങ്ങളിലോ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിലോ വാഹനം പാർക്ക് ചെയ്യരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിശ്ചിത ഇടവേളകളിൽ വാഹനം വൃത്തിയാക്കാൻ ക്രമീകരണം ഒരുക്കുക, സംരക്ഷണ കവർ ഉപയോഗിക്കുക, സുരക്ഷിതവും അംഗീകൃതവുമായ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ മാത്രം വാഹനം പാർക്ക് ചെയ്യുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. റോഡുകളിലും പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി നഗരസഭയുടെ പരിശോധനാ സംഘങ്ങൾ വർഷം മുഴുവൻ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ടെത്തുന്ന വാഹനങ്ങളിൽ 3 മുതൽ 15 ദിവസം വരെ കാലാവധിയുള്ള മുന്നറിയിപ്പ് നോട്ടീസ് പതിക്കും. ദുബായ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ ഉടമകൾക്ക് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ രേഖകൾ അടിസ്ഥാനമാക്കി മൊബൈൽ സന്ദേശവും അയക്കും. മുന്നറിയിപ്പ് അവഗണിച്ച് വാഹനം മാറ്റാത്ത പക്ഷം എമിറേറ്റ്സ് പാർക്കിംഗിന്റെ സഹകരണത്തോടെ വാഹനം നീക്കം ചെയ്ത് അല്ലവീർ യാർഡിലേക്ക് മാറ്റും. നിയമലംഘകർക്ക് 500 ദിർഹം പിഴയ്ക്ക് പുറമെ വാഹനം മാറ്റുന്നതിനുള്ള ചെലവും യാർഡിലെ സൂക്ഷിപ്പ് ചാർജും അടയ്ക്കേണ്ടി വരും. വാഹനത്തിന്റെ വലിപ്പം, ഭാരം, സൂക്ഷിച്ചിരിക്കുന്ന കാലയളവ് എന്നിവയനുസരിച്ച് ഈ തുകയിൽ വ്യത്യാസമുണ്ടാകുമെന്നും പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാഹനം മാറ്റേണ്ടി വന്നാൽ അതിന്റെ അധിക ചെലവും വാഹന ഉടമ തന്നെ വഹിക്കേണ്ടി വരുമെന്നും ദുബായ് നഗരസഭ അറിയിച്ചു. ജനം, ദുബായ്.